എല്ലാ യൂട്യൂബ് വ്യൂവേഴ്സിനും സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു പ്രോഡക്റ്റുമായിട്ടാണ് നിങ്ങളുടെ ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. പ്രോഡക്റ്റ് കളിയാ? അതെ, ഹെഡ്സെറ്റാണ്. റിയൽമിയുടെ പുതിയൊരു ഹെഡ്സെറ്റാണിത്. ഞാനിത് ഏകദേശം ഒരു 3500 രൂപയ്ക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്നാണിത് ഓർഡർ ചെയ്തത്. കുറച്ച് ഓവർ പ്രൈസാണ്, എന്നാലും നമുക്കിതിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഇതിൽ വരുന്നത് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ വരുന്നുണ്ട്, അപ് ടു 35 ഡെസിബൽസ് ആണ്. പിന്നെ സോണിയുടെ തന്നെ ഒരു എൽഡാക് ഹൈറസ് ഓഡിയോ ടെക്നോളജി ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ചാർജിങ് വരുമ്പോൾ 22 അവർ പ്ലേ ബാക്കാണ് കൊടുക്കുന്നത്, കണ്ടിന്യൂസ് പ്ലേ ബാക്ക്. പിന്നെ മാഗ്നറ്റിക് ഇൻസ്റ്റൻറ്റ് കണക്റ്റാണ് വരുന്നത്. എന്ന് പറയുമ്പോൾ നമുക്ക് മാഗ്നറ്റ് കണക്ട് ചെയ്യുമ്പോൾ ഓഫ് ആവുകയും മാഗ്നറ്റ് ഡിസ്കണക്ട് ചെയ്യുമ്പോൾ ഓൺ ചെയ്യുകയും ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ്. പിന്നെ ട്രാൻസ്പെറൻസി മോഡുണ്ട്. ഇതാണ് അതിൻ്റെ ബോക്സിങ്. നല്ലൊരു ക്ലാസ് ബോക്സിംഗ് ആണിത്, കൊള്ളാം. എല്ലാ ഫീച്ചേഴ്സും ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് പ്രോഡക്റ്റ്, മെയിൻ പ്രോഡക്റ്റ് നമ്മുടെ. നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം. ഇതാണ് നമ്മളെ ഹെഡ്സെറ്റ്. നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയാണ്, വയറൊക്കെ നല്ല തിക്നെസ് ഉണ്ട്. ഇത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതും അത് തന്നെയാണ്, ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയാണ്. പിന്നെ കുറച്ച് ഇതിൻ്റെ ബഡ്സൊക്കെ കുറച്ചൊരു ഹെവി ഫീലാണ്. കുറച്ച് ദിവസം യൂസ് ചെയ്യുമ്പോൾ നമ്മളത് ആയിക്കോളും അതിൻ്റെ കൂടെ. ഇതാണ് നമ്മളെ ഹെഡ്സെറ്റ്. ഏകദേശം നല്ലൊരു കംഫർട്ടുണ്ട് ഇത് ഇടുമ്പോൾ. വെയ്റ്റ്ലെസ് ആണ്. ഏകദേശം ഒരു 30-35 ഗ്രാമോളം മാത്രമേ ഇതിനൊരു വെയിറ്റ് വരുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ മാഗ്നറ്റിക് കണക്ഷൻ നല്ല സ്ട്രോങ് ആണ്, നല്ല സ്ട്രോങ് ആയിട്ടുള്ള മാഗ്നറ്റിക് കണക്ഷനാണ്. ഇതും പിന്നെ ഓൺ ഓഫ് ബട്ടണുമായിട്ടും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. നമുക്കിത് കണക്ട് ചെയ്തിരിക്കുമ്പോൾ ഓഫാണ്. ഇങ്ങനെ ചെയ്തിട്ട് വേണം നമുക്കിത് യൂസ് ചെയ്യാനും. നല്ല കംഫർട്ടുണ്ട് ഇത് യൂസ് ചെയ്യാനും. കുറച്ച് ബൾക്കാണ്, ചിലവരെ ഇയറിന് ഇത് ചേരുമോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ എനിക്ക് നന്നായിട്ട് നല്ല കംഫർട്ട് തോന്നുന്നുണ്ട്. പിന്നെ ഇതിൽ എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി തന്നെയാണ്. ഒരു ചീപ്പ് മെറ്റീരിയൽസ് കൊണ്ടല്ല ഇത് നിർമ്മിച്ചിരിക്കുന്നത്. നല്ലൊരു മെറ്റൽ ഫീൽ ഇത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കേസൊക്കെ നല്ല ടാക്റ്റൈലാണ്, നല്ല ക്വാളിറ്റി ഉണ്ട് ഇതിന്. പിന്നെ വെയിറ്റ് വലുതായിട്ട് വരുന്നില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ബാൻഡ് നല്ല ഫ്ലെക്സിബിളാണ്, നമുക്ക് ഏത് രീതിയിലും ഇതിനെ ഫ്ലെക്സ് ആക്കാൻ പറ്റും. പിന്നെ ഇതിൽ വരുന്നത് ഇതിലൊരു പ്രത്യേക ഒരു മൾട്ടി ഫങ്ഷൻ കീയും പിന്നെ നമുക്ക് വോളിയം കൺട്രോളും ചെയ്യാൻ പറ്റുന്ന 2 കീസും പിന്നെ ഒരു മൾട്ടി ഫങ്ഷൻ വേറൊരു കീയും കൂടെയാണ് ഇതിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനൊരു ആപ്പുണ്ട്, റിയൽമിയിൽ തന്നെ ഒരു ആപ്പുണ്ട്, റിയൽമി ലിങ്ക്. അപ്പോൾ അതിലാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും കൺട്രോൾ ചെയ്യുന്നത്. ഇതിനെ അപ്ഡേറ്റ് വരെ ചെയ്യാൻ പറ്റും ഈ ഹെഡ്സെറ്റിനെ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. നമുക്കിനി ആ ആപ്പിനെ കുറിച്ചുള്ള വിവരങ്ങൾ അടുത്ത് കാണാം. ഇതാണ് നമ്മുടെ റിയൽമി ലിങ്ക് ആപ്പ്. അപ്പോൾ ഇതിലാണ് മുഴുവൻ കൺട്രോൾസും വരുന്നത് ഇതിൻ്റെ. നമുക്കിതിൽ ആദ്യം തന്നെ ഇതിനെ കണക്ട് ചെയ്യണം. ഇതിൽ റിയൽമി വയർലെസ് പ്രോ ഇതിൽ കണക്ട് ചെയ്യണം ബ്ലൂടൂത്ത് വഴി. അപ്പം ആദ്യം നമുക്ക് ബ്ലൂടൂത്ത് ഓണാക്കി ഇതിനെ കണക്ട് ചെയ്യാം. ബ്ലൂടൂത്ത് ഓണാക്കുമ്പോൾ തന്നെ നമ്മളുടെ റിയൽമി ബഡ്സ് വയർലെസ് പ്രോയുടെ ഡിവൈസ് ഇതിൽ കണക്റ്റ് ആയിട്ടുണ്ട്. കണക്റ്റിംഗ് കാണിക്കുന്നുണ്ട്, അതെ കണക്റ്റ് ആയിട്ടുണ്ട്. കണക്റ്റ് ആകുമ്പോൾ തന്നെ നമുക്ക് ഇതിൽ ഒരു മെസ്സേജ് വരും. ഇതാണ് എൻ്റെ ഇൻ്റർഫേസ്. ഒരുപാട് ഓപ്ഷൻസ് ഇതിൽ വരുന്നുണ്ട്. നോയ്സ് ക്യാൻസലേഷൻ, നോർമൽ, ട്രാൻസ്പെറൻസി, പിന്നെ സൗണ്ട് എഫക്റ്റിൽ തന്നെ ബാസ് ബൂസ്റ്റ്, ഡൈനാമിക്, ബ്രൈറ്റ്, അങ്ങനെയൊക്കെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. നമുക്ക് കേൾക്കുമ്പോൾ സൗണ്ട് കുറവാണെങ്കിൽ വോളിയം എൻഹാൻസർ എന്ന് പറയുന്ന ഒരു മോഡ് കൂടെയുണ്ട്. ഗെയിം മോഡും കൊടുക്കുന്നുണ്ട് ഇതിൽ. അതുപോലെ തന്നെ നമുക്കിതിൻ്റെ ഓരോ ബട്ടൺസും നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് അതിൻ്റെ സ്വിച്ചിൻ്റെ കൺട്രോൾസ് എല്ലാം വരുന്നത്. നമുക്ക് ഓരോ സ്വിച്ചും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഓരോ ഓപ്ഷൻസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും ഇതിൽ. അതെന്തായാലും നല്ലൊരു കാര്യമാണ്. നമ്മൾ കസ്റ്റമൈസേഷനാണ് ഏറ്റവും ഇതിൽ മെയിനായിട്ടുള്ളൊരു കാര്യം.
ചാർജിങ്ങിൻ്റെ ഇൻഡിക്കേറ്റർ കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിനെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ ഓപ്ഷനിലാണ്. വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു അപ്ഡേറ്റ് തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. 2.1034 ആണ് ഇതിൻ്റെ അപ്ഡേറ്റ്. പുതിയ അപ്ഡേറ്റ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പുതിയ അപ്ഡേറ്റ് വരുമ്പോൾ നമുക്കിതിലൊരു മെസ്സേജായിട്ട് ഇതിൽ കാണിക്കും. അപ്പോൾ നമുക്കിതിനെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ കുറച്ചും കൂടെ അതിൻ്റെ ചാർജിങ്ങും സൗണ്ട് ക്വാളിറ്റി എല്ലാം കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആവും. അപ്പോൾ എല്ലാവർക്കും ഈ പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോസ് കാണുന്നതിന് വേണ്ടിയായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. ദിസ് ഈസ് നിതിൻ സൈനിങ് ഓഫ്.